ഹരേ കൃഷ്ണ. സുന്ദരകാണ്ഡത്തിൽ സീതാ ഹനുമൽ സംവാദം തുടരുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. ദ്രുതമതിനു സുതനി മമ ദേഹനിജ്ഞാവിനിദ്രോഹം വിനാഗമിച്ചിടുവന്നോമലേ വിരഹ കലുഷിത മനസ്സി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുത തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ. എല്ലാവരെയും കൂട്ടി വേഗം മടങ്ങി വരുവാനായി എന്നെ മടങ്ങിപ്പോകുവാൻ അനുവദിച്ചാലും ദേവി. ദേവിയെ ഞാൻ കണ്ട വിവരം വിരഹദുഃഖത്തിൽ കഴിയുന്ന ശ്രീരാമദേവനെ എത്രയും പെട്ടെന്ന് അറിയിക്കട്ടെ. ദേവന് വിശ്വാസമുണ്ടാകുവാൻ വേണ്ടി ഒരടയാളവും അടയാളവാക്യവും പറഞ്ഞു തന്നാലും. ഹനുമാന്റെ വാക്കുകൾ കേട്ട സീതാദേവി അല്പസമയം ചിന്തിച്ചു. ചിഗുരഭരമതിൽ മരിവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ ശൃണുതനയാ പുനരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടു നീ സപതി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിന്തയിൽ നിന്നുണർന്ന സീതാദേവി തലമുടി കെട്ടിലിരുന്ന അമൂല്യമായ ചൂടാമണി അടയാളമായി ഹനുമാനെ ഏൽപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, ഞാൻ പറയുന്ന അടയാളവാക്യം കേട്ട് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ കാതുകളിൽ രഹസ്യമായി നീ പറയണം. അത് കേൾക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് നീ എന്നെ കണ്ടുവന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമാകും. ചിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയാം ചിത്രകൂടാചിരത്തിങ്കൽ വാഴും വിധോ പരലമത് പരിചിരുടക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ. തിരുമുടിയും അഴകിനോടും അടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ. അത് പൊഴുതിലതിശപരനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടു വന്നിടിനാൻ. വളരെ സുഖത്തോടും നിഷ്ഠയോടും കൂടി ഋഷ്യമൂകാചരത്തിൽ ഞങ്ങൾ താമസിക്കുന്ന കാലം ഞാൻ എള്ളുകൊണ്ടുണ്ടാക്കിയ പലഹാരം ഉണക്കുന്നതിനായി അത് ചിക്കിക്കൊണ്ട് കാത്തിരുന്നു. ഈ സമയം എൻ്റെ മടിയിൽ തലവെച്ച് ശ്രീരാമദേവൻ സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രപുത്രനും സ്ത്രീലമ്പടനുമായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ അവിടെ വന്നു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിലും അടുത്ത ഭാഗം.